ഇത്ര കഴിവുകെട്ട ഒരു പോലീസ് സംവിധാനം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. 2022 ഒക്ടോബർ 1 തിരുവനന്തപുരത്ത് നടന്ന CPI സംസ്ഥാന സമ്മേളനത്തിലെ പ്രതിനിധികൾ ഒന്നടങ്കം ഉയർത്തിയ പരാതിയായിരുന്നു ഇത്. ഇതിനു മുമ്പ് നടന്ന CPIയുടെ ജില്ലാ സമ്മേളനങ്ങളിലെല്ലാം ഈ പരാതി ഉയർന്നിരുന്നു. രണ്ടാം പിണറായി സർക്കാരിൽ നിന്ന് മന്ത്രിസഭയുടെ ഭാഗമായ CPI മന്ത്രിമാർക്ക് പോലും നീതി കിട്ടുന്നില്ല എന്ന ആരോപണം CPI നേതാക്കൾ ഉയർത്തി. ചരിത്രത്തിൽ ആദ്യമായി ഗവർണറുടെ സുരക്ഷാ ചുമതല പോലീസിൽ നിന്നും മാറ്റി കേന്ദ്രസേനയെ ഏൽപ്പിച്ചു. ഗവർണറുടെ സുരക്ഷയ്ക്ക് കേരള പോലീസ് പര്യാപ്തമല്ല എന്ന റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു ഈ നടപടിയുണ്ടായത്. സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനായ ഗവർണർക്ക് പോലും സുരക്ഷയൊരുക്കാൻ കഴിയാത്ത കേരള പോലീസിന് സാധാരണക്കാർക്ക് സുരക്ഷയൊരുക്കാൻ എങ്ങനെ കഴിയും? ഇതായിരുന്നു ജനങ്ങളുടെ സംശയം. പിണറായി സർക്കാർ അധികാരമേറ്റെടുത്ത ദിവസം മുതൽ പോലീസ് സംവിധാനത്തിൻ്റെ തകർച്ച സംസ്ഥാനത്ത് തുടങ്ങി. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന P. ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ചുമതലയേറ്റതോടെ ആ തകർച്ച പൂർണ്ണമായി. ആത്മാഭിമാനത്തോടെ ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യാൻ കഴിയാതെയായി. സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും വിമർശിക്കുന്നവരെ വേട്ടയാടാൻ പോലീസ് സംവിധാനത്തെ ദുരുപയോഗം ചെയ്തു. കാര്യങ്ങൾ പോലീസ് അസോസിയേഷൻ നേതാക്കൾ നിയന്ത്രിക്കുന്ന നിലയിലേക്കെത്തി. പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല സബ് ഇൻസ്പെക്ടർമാരിൽ നിന്നും മാറ്റി പകരം സർക്കിൾ ഇൻസ്പെക്ടർമാരെ ചുമതലപ്പെടുത്തിയതായിരുന്നു ആദ്യ പരാജയം. സർക്കിൾ ഇൻസ്പെക്ടറുടെ ജോലി സബ് ഇൻസ്പെക്ടർമാരിലേക്ക് മാറിയതോടെ കേസുകൾ കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിയാതെയായി. 24 മണിക്കൂറിനുള്ളിൽ ആലപ്പുഴയിൽ 2 രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുകയും പ്രതികൾ സംസ്ഥാനം വിടുകയും ചെയ്തിട്ടും പോലീസിന് കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ട ഗതികേടുണ്ടായി. 2018 നവംബർ 1 സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പരിഷ്കാരം നിലവിൽ വന്നത്. പഴയ നിലയിലേക്ക് പോലീസ് സംവിധാനത്തെ മാറ്റണമെന്ന് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തല ഈ പരിഷ്കാരം പരാജയമാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അതിനുശേഷം ADGP TK വിനോദ് കുമാറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പഠന റിപ്പോർട്ടിലും പറഞ്ഞിരുന്നത് ഈ പരിഷ്കാരം പരാജയമാണെന്നാണ്. സ്റ്റേഷന്റെ ചുമതല സബ് ഇൻസ്പെക്ടർമാരെ ഏൽപ്പിക്കണമെന്ന ഈ സമിതി ശുപാർശ ചെയ്തു. പോലീസ് സ്റ്റേഷനുകളിൽ സാധാരണക്കാർക്ക് നീതി നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ UDF ഭരണകാലത്ത് പോലീസ് സേനയിൽ നടപ്പാക്കിയ പല പരിഷ്കാരങ്ങളും ജനങ്ങൾക്ക് പ്രയോജനമുള്ളതായിരുന്നു. UDF സർക്കാരിൻ്റെ കാലത്ത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ് ഓപ്പറേഷൻ കുബേര നടപ്പിലാക്കിയത്. 2014 തിരുവനന്തപുരത്ത് ഒരു കുടുംബത്തിലെ 5 പേർ പലിശക്കാരുടെ ഉപദ്രവം കാരണം ആത്മഹത്യ ചെയ്തിരുന്നു. ഇതാണ് ഓപ്പറേഷൻ കുബേരയ്ക്ക് തുടക്കമിടാൻ കാരണം. ഒരുപാട് പേർക്ക് ഗുണം ചെയ്ത ഒന്നായിരുന്നു ഓപ്പറേഷൻ കുബേര. അന്നത്തെ ഇന്റലിജൻസ് മേധാവിയായിരുന്ന A. ഹേമചന്ദ്രൻ്റെ നേതൃത്വത്തിൽ കൊള്ളപ്പലിശക്കാർക്കെതിരെ പോലീസ് രംഗത്തിറങ്ങി. ഓപ്പറേഷൻ കുബേരയിൽ 3766 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 3077 പേർ അറസ്റ്റിലാക്കുകയും ചെയ്തു. ഇന്ന് ഓപ്പറേഷൻ കുബേര നിഷ്ക്രിയമാണ്. പിണറായി സർക്കാരിൻ്റെ കാലത്ത് വട്ടിപ്പലിശക്കാരുടെ പീഡനം കാരണം പലരും ജീവനൊടുക്കി. ഇപ്പോഴും പലിശക്കാരുടെ ഉപദ്രവം പലർക്കുമുണ്ട്. പക്ഷേ പോലീസിൽ പരാതിപ്പെടാൻ അവർക്ക് ഭയമാണ്. കാരണം നീതി കിട്ടില്ല എന്നുറപ്പാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ കൂടി വരുന്ന ലഹരി ഉപയോഗത്തിനും പെരുമാറ്റ വൈകല്യങ്ങൾക്കും പരിഹാരം കാണാനായി 2014 ഉമ്മൻചാണ്ടി സർക്കാർ രൂപീകരിച്ച പദ്ധതിയായിരുന്നു ക്ലീൻ ക്യാമ്പസ് സേഫ് കേരള. ആഭ്യന്തര വിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പുകൾ സംയുക്തമായിട്ടായിരുന്നു ഈ പദ്ധതി നടപ്പിലാക്കിയത്. ക്യാമ്പസുകളിൽ മദ്യവും മയക്കുമരുന്നും പുകയില ഉൽപ്പന്നങ്ങളും വിമുക്തമാക്കാനായിരുന്നു ഈ പദ്ധതി. 2000 സ്കൂളുകളിൽ നിന്നായി 45 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഈ പദ്ധതിയുടെ ഭാഗമായി. പക്ഷേ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഈ പദ്ധതി അന്ത്യശ്വാസം വലിച്ചു. ഇന്ന് ഗ്രാമപ്രദേശങ്ങളിലുള്ള സ്കൂളുകളിൽ പോലും മയക്കുമരുന്നുകൾ വ്യാപകമാണ്. 2 വർഷം മുൻപാണ് തലസ്ഥാന നഗരത്തിലെ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിനിയുടെ ബാഗിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തത്. നിരവധി മയക്കുമരുന്ന് കേസുകളാണ് ഓരോ ദിവസവും സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്നത്. പാർട്ടി ഓഫീസിൽ വെച്ച കഞ്ചാവ് ഉപയോഗിക്കുന്നുവെന്നും പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനാ നേതാവ് പ്രസംഗിക്കുന്നത് മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടാണെന്നും തുറന്നടിച്ചത് പാർട്ടിക്കാരനായ PK ശശി തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കുന്ന സേനയാണ് കേരളത്തിലെ പോലീസ് സേന. ക്രൈം റിപ്പോർട്ട് അനുസരിച്ച് ഓരോ കൊല്ലവും ശരാശരി 30 പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. നിരവധി പേർ ജോലി ഉപേക്ഷിച്ചു പോയി. ജോലി സമ്മർദ്ദവും മേലുദ്യോഗസ്ഥന്റെ പീഡനവും കാരണം പോലീസ് ഉദ്യോഗസ്ഥൻ നാടുവിട്ട സംഭവവും സംസ്ഥാനത്തുണ്ടായി. ഉന്നത ഉദ്യോഗസ്ഥരടക്കം 100-ലധികം പേർ സ്വയം വിരമിച്ചു. പോലീസിന്റെ തലപ്പത്തുള്ള 10-ലധികം പേർ കേന്ദ്ര കേഡറിലേക്ക് ഡെപ്യൂട്ടേഷൻ വാങ്ങിപ്പോയി. ഇത്രയും ആത്മാഭിമാനമില്ലാതെയും സമ്മർദ്ദം അനുഭവിച്ചും വെറുപ്പോടെയും ജോലി ചെയ്യേണ്ട അവസ്ഥ കേരളത്തിലെ പോലീസുകാർക്ക് മാത്രമേയുള്ളൂ.
പൊതുനിരത്തിൽ പോലീസ് വാഹനം തടഞ്ഞു നിർത്തി പാർട്ടിയുടെ അണികൾ കൊലവിളി മുഴക്കുന്നതിനും കേരളം സാക്ഷിയായി. പലവട്ടം ഇതൊക്കെ അനുഭവിക്കുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. തോമസ് ജേക്കബ് അടക്കമുള്ള ഉദ്യോഗസ്ഥരോട് പിണറായി വിജയൻ പക വീട്ടിയത് എങ്ങനെയാണെന്നും നമ്മൾ കണ്ടതാണ്. മാനസികമായും സാമ്പത്തികമായും അദ്ദേഹത്തെ തളർത്തി. അമേരിക്കയിൽ താമസിക്കുന്ന തൻ്റെ മകളുടെ അടുത്തേക്ക് പോകാനുള്ള അനുമതി പോലും നിഷേധിച്ചു. എന്താണ് അദ്ദേഹം ചെയ്ത കുറ്റം? പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ അഴിമതികളെക്കുറിച്ച് ഒരു പുസ്തകം എഴുതി. അതാണ് ജേക്കബ് തോമസ് ചെയ്ത കുറ്റം. 2020 മെയ് 31 മെറ്റൽ ഇൻഡസ്ട്രീസ് MD ആയി അദ്ദേഹം വിരമിക്കുന്നത്. വിരമിക്കുന്നതിൻ്റെ തലേ ദിവസം തൻ്റെ ഓഫീസ് മുറിയിൽ നിലത്ത് ബെഡ്ഷീറ്റ് വിരിച്ചാണ് അദ്ദേഹം ഉറങ്ങിയത്. DGP പദവിയിലിരുന്ന സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ ദയനീയമായ വിരമിക്കലായിരുന്നു അത്. 3.5 പതിറ്റാണ്ട് കേരളത്തിലെ ക്രമസമാധാന ചുമതലയിൽ പ്രധാന പങ്ക് വഹിച്ച ആ ഉദ്യോഗസ്ഥൻ്റെ ജീവിതം പിച്ചി ചീന്തുകയായിരുന്നു പിണറായി വിജയൻ ചെയ്തത്. വിരമിച്ചതിനു ശേഷവും അദ്ദേഹത്തെ വേട്ടയാടി. ജേക്കബ് തോമസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര PSCയെ സമീപിച്ചു പിണറായി സർക്കാർ. ഈ പരാതിയിൽ ഒരു തീർപ്പുണ്ടാകുന്നതുവരെ പെൻഷനോ വിരമിക്കൽ ആനുകൂല്യങ്ങളോ അദ്ദേഹത്തിന് കിട്ടില്ല. പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കുമ്പോൾ DGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഒരു സാധാരണ പോലീസുകാരൻ്റെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. സ്വന്തം കൊച്ചുമക്കളുടെ പ്രായമുള്ള കുട്ടികളുടെ തല തല്ലിപ്പൊളിച്ചവരെ സ്വന്തം സുരക്ഷാ ഉദ്യോഗസ്ഥനായി കൊണ്ടു നടക്കുകയും ചട്ടങ്ങളെല്ലാം മറികടന്ന് അവർക്ക് സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്യുന്നു. 2025 ഒക്ടോബർ വരെയുള്ള കണക്കനുസരിച്ച് കേരള പോലീസിൽ 7000-ഓളം ഒഴിവുകളുണ്ട്. ഈ ഒഴിവുകൾ നികത്താനുള്ള ഒരു നടപടിയുമില്ല. പുരുഷ വനിതാ CPO റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ മാസങ്ങളോളം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയത് നമ്മൾ ഓർക്കണം. 472 പോലീസ് സ്റ്റേഷനുകളാണ് സംസ്ഥാനത്ത് ആകെയുള്ളത്. ഇതിൽ 150-ലേറെ സ്റ്റേഷനുകൾ പ്രശ്നബാധിതമാണ്. കേസുകളുടെയും കുറ്റകൃത്യങ്ങളുടെയും എണ്ണം കൂടുതലാണ് ഈ സ്റ്റേഷനുകളിലെ കേസുകൾ കൈകാര്യം ചെയ്യാൻ പോലും ഉദ്യോഗസ്ഥരില്ല എന്നിരിക്കെ VIP എസ്കോർട്ടിനും ഉന്നത ഉദ്യോഗസ്ഥരുടെ വീട്ടുജോലിക്കുമൊക്കെ ഇവിടെ നിന്ന് പോലീസുകാരെ നിയമിക്കുന്നു. അതോടെ സ്റ്റേഷന്റെ പ്രവർത്തനം താളം തെറ്റുകയും ചെയ്യുന്നു. ഒരു ദിവസം 12 മുതൽ 18 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് മിക്ക പോലീസുകാർക്കും. കുടുംബാംഗങ്ങളുമായി സമയം ചെലവഴിക്കാനോ കുടുംബകാര്യങ്ങൾ നോക്കാനോ മാനസികോല്ലാസം കിട്ടാത്തതോ കൊണ്ടുള്ള സമ്മർദ്ദമാണ് പല പോലീസ് ഉദ്യോഗസ്ഥരുടെയും ആത്മഹത്യയ്ക്ക് കാരണമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. മേലുദ്യോഗസ്ഥന്റെ പീഡനം കാരണമാണ് ജീവനൊടുക്കുന്നത് എന്ന് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത സംഭവങ്ങളിൽ പോലും പിന്നീട് അന്വേഷണമോ നടപടിയോ ഉണ്ടായിട്ടില്ല. പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നൽകുന്നതും വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതുമൊക്കെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുന്ന കേസുകളിൽ നടപടിയെടുക്കാൻ പോലീസിന് പലപ്പോഴും കഴിയാറില്ല. സ്റ്റേഷനുകളിൽ ആവശ്യമായ പേപ്പറുകളും പേനയും അടക്കം വാങ്ങുന്നത് പരാതിക്കാരെ കൊണ്ടാണെന്നുള്ള വാർത്ത ഇടയ്ക്ക് വന്നിരുന്നു. ഒരു കേസിൻ്റെ FIR കോടതിയിലെത്തിക്കുന്നതിന് 5 കോപ്പികളെങ്കിലും വേണം. പല പോലീസ് സ്റ്റേഷനുകളിലും ഇതിനുള്ള സംവിധാനമില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം കൊടുത്ത് കോപ്പി എടുക്കേണ്ട അവസ്ഥയും പോലീസിനുണ്ട്. പെറ്റി കേസുകളുടെ ടാർഗറ്റാണ് പോലീസുകാർ നേരിടുന്ന മറ്റൊരു പ്രശ്നം. കുറ്റകൃത്യം തടയുക എന്നതിൻ്റെ മറവിൽ സർക്കാരിലേക്ക് നിർബന്ധിത പണപ്പിരിവ് നടത്തുക. ടാർഗറ്റ് തികഞ്ഞില്ലെങ്കിൽ മേലുദ്യോഗസ്ഥൻ്റെ തെറിവിളി കേൾക്കണം. CPMൻ്റെ ഏതെങ്കിലും ഊച്ചാളി നേതാവിനെയെങ്ങാനുമാണ് പെറ്റിയടിക്കുന്നതെങ്കിൽ തൊപ്പി തെറിക്കുമെന്നുള്ള കാര്യം ഉറപ്പ്. സർക്കാരിനെയോ മുഖ്യമന്ത്രിയെയോ വിമർശിക്കുന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ വേട്ടയാടാനായി സർക്കാർ പോലീസിനെ ഉപയോഗിക്കുന്നുണ്ട്. ചട്ടം ലംഘിച്ചാണ് അറസ്റ്റ് ഉൾപ്പെടെ ചെയ്യാൻ പോലീസ് നിർബന്ധിതരാകുന്നത്. ഇര നിയമപരമായി മുന്നോട്ടു പോയാൽ തെറിക്കുന്നത് ഉദ്യോഗസ്ഥന്റെ പണിയായിരിക്കും. മുഖ്യമന്ത്രിക്കൊഴികെ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസിന് കഴിയുന്നില്ല. കോഹിനൂർ രത്നം സൂക്ഷിക്കുന്നത് പോലെയാണ് കാൽക്കാശിന് വിലയില്ലാത്ത പിണറായി വിജയനെ പോലീസ് പൊക്കിക്കൊണ്ട് നടക്കുന്നത്. ഇത്രയും അധപതിച്ച മറ്റൊരു പോലീസ് സേന രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തും ഉണ്ടാകില്ല എന്നുറപ്പാണ്. ആർജവത്തോടെയും ആത്മാഭിമാനത്തോടെയും ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മിക്ക പോലീസ് ഉദ്യോഗസ്ഥരും. പാർട്ടി അടിമകൾ ഒരു ചെറിയ വിഭാഗം മാത്രമേയുള്ളൂ. ഈ അവസ്ഥ വരുത്തിവെച്ചത് പിണറായി വിജയനാണ്. ഈ അവസ്ഥയുടെ തുടക്കം 2016 മുതലാണ്. പോലീസ് സംവിധാനം പൂർണ്ണമായി കുത്തഴിഞ്ഞത് 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് P. ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയതിനു ശേഷമാണ്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പിൻ്റെ തകർച്ചയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ 2 പേർക്കും ഒഴിഞ്ഞു മാറാനും കഴിയില്ല.